ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരും ശാരീരിക മാനസിക അവശത അനുഭവിക്കുന്നവർക്കും ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന നിരവധി പദ്ധതികൾക്കാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നേതൃത്വം നൽകുന്നത്. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ യഥാസമയം അർഹതപ്പെട്ടവർക്ക് ലഭ്യമാക്കാനാണ് കൈത്താങ് 2014 രൂപം നൽകിയിരിക്കുന്നത്. പദ്ധതിയുടെ ധനസഹായങ്ങൾ വിതരണം ചെയ്തിരിക്കുകയാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. ഓരോരുത്തരും അവരവരുടെ ജീവിതം ഉൾക്കണ്ടുകൊണ്ട് കാണാൻ ശ്രമിക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തക ദയാബായി. സ്ത്രീകളോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാട് തിരുത്തണമെന്നും ദയാബായി. അംഗപരിമിതർക്ക് സർക്കാരിന്റെ കൈത്താങ് പദ്ധതിയുടെ ധനസഹായം മന്ത്രി MK മുനീർ വിതരണം ചെയ്തു. വീട്ടുഭക്ഷണത്തിന്റെ രുചിക്കൂട്ടുകളുമായി മുതലക്കുളത്ത് കുടുംബശ്രീയുടെ രുചിപ്പുര. വാർത്തകൾ വിശദമായി. ഓരോരുത്തരും അവരവരുടെ ജീവിതത്തെ ഉൾക്കണ്ടുകൊണ്ട് കാണാൻ ശ്രമിക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തക ദയാബായി. സ്ത്രീ സുരക്ഷാ സമിതി സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ സംഘടിപ്പിച്ച സ്ത്രീ സുരക്ഷാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ. ഓരോരുത്തരും അവരുടെ ജീവിതത്തെ ഉൾക്കണ്ടുകൊണ്ട് കാണാൻ ശ്രമിക്കണമെന്ന് സാമൂഹിക പ്രവർത്തക ദയാബായി. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾക്കെതിരെ സ്ത്രീ സുരക്ഷാ സമിതി സംഘടിപ്പിച്ച സംസ്ഥാന സ്ത്രീ സുരക്ഷാ സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സ്ത്രീ സുരക്ഷാ വിഷയത്തിൽ എല്ലാവർക്കും ഒരു മാനസാന്തരത്തിന്റെ ആവശ്യമുണ്ടെന്നും വളർന്നുവരുന്ന തലമുറയ്ക്ക് നൽകുന്ന അറിവിനോടൊപ്പം മനുഷ്യസ്നേഹത്തിന്റെ അറിവും പകർന്നു നൽകാൻ സാധിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. പിന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് ഓരോ സ്ത്രീയും അവരവരുടെ ഏത് തരത്തിലുള്ള ഹൈ ലോ എല്ലാം റിയലൈസ് യുവർ ഓൺ പേഴ്സൺഹുഡ് ഐഡന്റിറ്റി അത് പറയാൻ കാരണം അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ ഒരു പവറാണ്. ഇറ്റ് ബിക്കംസ് മച്ച് മോർ ദാൻ ന്യൂക്ലിയർ ബോംബ്. അതുവരെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്ത് അതും ഇതുമൊക്കെ ചെയ്യും. ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ സ്ത്രീ സുരക്ഷാ സമിതി കൺവീനർ മിനി കെ ഫിലിപ്പ് അധ്യക്ഷം വഹിച്ചു. സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ, അഡ്വക്കേറ്റ് വിക്ടർ ആന്റണി നോൺ, മേലൂർ വാസുദേവൻ, HG ലക്ഷ്മി, ഹിൽഡ മേരി, പ്രേംരാജ് ചെറുകര, ഡോക്ടർ M സ്നേഹപ്രഭ, കൃഷ്ണമാൾ P, രാജേഷ് മേനോൻ, B ഗോപി, അഡ്വക്കേറ്റ് K അബ്ദുറഹിമാൻ, പ്രൊഫസർ CV കുമാരൻ, ദേവി ബാബു, മൊയ്തു കണ്ണങ്കോടൻ എന്നിവർ സംബന്ധിച്ചു. സ്ത്രീ സുരക്ഷ വെല്ലുവിളികളും പരിഹാരവും എന്ന വിഷയത്തിൽ ഡോക്ടർ ഗദിജ മുംതാസ് സെമിനാർ നയിച്ചു. കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ്, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന പദ്ധതിയായ കൈത്താങ് 2014 ആദ്യഘട്ട ധനസഹായ വിതരണവും അംഗപരിമിത നിർണയ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനവും ധനസഹായ വിതരണവും നടത്തി. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും വിവിധ തരത്തിലുള്ള ശാരീരിക മാനസിക അവശത അനുഭവിക്കുന്നവരുമായ സഹോദരങ്ങൾക്ക് ആശ്വാസവും പ്രതീക്ഷയും പ്രദാനം ചെയ്യുന്ന നിരവധി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്ന കേരള സർക്കാർ സ്ഥാപനമാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ. ആശ്വാസകിരണം, സ്നേഹപൂർവ്വം, സമാശ്വാസം, സമാശ്വാസം 2, ശ്രുതി തരംഗം, സ്നേഹസ്പർശം തുടങ്ങിയ നിരവധി ക്ഷേമ പദ്ധതികളിലൂടെ ആനുകൂല്യങ്ങൾ നൽകി വരുന്നുണ്ട്. കുണ്ടോട്ടി നിയോജക മണ്ഡലത്തിൽ നിന്നും പരിസര പഞ്ചായത്തുകളിൽ നിന്നും അപേക്ഷിച്ചിട്ടുള്ള മുഴുവൻ പേർക്കും ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനും സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യത്തിന് അർഹരായവരെ കണ്ടെത്തി പുതിയ അപേക്ഷ നൽകുന്നതിനുമുള്ള സംരംഭമാണ് കൈത്താങ് 2014. കൈത്താങ്ങിന്റെ ആദ്യഘട്ട ധനസഹായ വിതരണവും അംഗപരിമിത നിർണയ മെഡിക്കൽ ക്യാമ്പും കൊണ്ടോട്ടി മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകര അക്കാദമിയിൽ നടന്നു. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് കോടി രൂപ പല ഭാഗങ്ങളിൽ നിന്നും കിട്ടാനുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ
ആർക്ക് സാമൂഹ്യ സുരക്ഷ വേണോ അവർക്ക് അത് എന്ത് തന്നെയായാലും അത് നൽകിയിരിക്കും എന്ന് സൂചിപ്പിക്കാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കും. കെ മുഹമ്മദുണ്ണി ഹാജി MLA അധ്യക്ഷനായിരുന്നു. KSSM എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ TP അഷറഫ്, PA ജബ്ബാർ ഹാജി, MC മുഹമ്മദ് ഹാജി, T വനജ ടീച്ചർ, ഫൗസിയ VT, P അബ്ദുള്ള മാസ്റ്റർ, A അബ്ദുൽ കരീം, K ഷീബ, KP സഫിയ, സുനിൽ കുമാർ C, അഡ്വക്കേറ്റ് രമണൻ മാസ്റ്റർ, KP മുസ്തഫ തങ്ങൾ, KK സുഹറ, CT മുഹമ്മദ്, KK ആലി ബാപ്പു, N രാജൻ, PP ഫിറോസ്, തോട്ടോളി ഹുസൈൻ, C സതീശൻ, പോക്കർ ഹാജി, TK മുഹമ്മദ് യൂനസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഗുണമേന്മയുള്ളതും വീട്ടിലെ ഭക്ഷണത്തെ ഓർമ്മിപ്പിക്കുന്നതുമായ പുതിയ രുചിക്കൂട്ടുകളുമായി കോർപ്പറേഷൻ കുടുംബശ്രീ വനിതകളുടെ രണ്ടാമത്തെ രുചിപ്പുര ഒരുങ്ങി. മുതലക്കുളം വളപ്പിൽ ആരംഭിച്ച രുചിപ്പുരയുടെ ഉദ്ഘാടനം മേയർ പ്രൊഫസർ AK പ്രേമജം നിർവഹിച്ചു. നഗരത്തിലെ CDSന്റെ നേതൃത്വത്തിൽ മുതലക്കുളം ബാറ്റ ഷോറൂമിനരികിലാണ് കുടുംബശ്രീ വനിതകൾ പുതിയ രുചിക്കൂട്ടുമായി രുചിപ്പുര ഒരുക്കിയത്. ഗുണമേന്മയുള്ളതും വീട്ടിലെ ഭക്ഷണത്തെ ഓർമ്മിപ്പിക്കുന്നതുമായ ഭക്ഷണമാണ് പുതിയ രുചിപ്പുരയിൽ സജ്ജമാക്കിയത്. കുടുംബശ്രീയുടെ രണ്ടാമത്തെ ഹോട്ടലാണ് നഗരത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. രുചിപ്പുരയുടെ ഉദ്ഘാടനം മേയർ AK പ്രേമജം നിർവഹിച്ചു. കുടുംബശ്രീ കോഴിക്കോട് കോർപ്പറേഷൻ കോർഡിനേറ്റർ റംസി ഇസ്മായിൽ, ADS ശ്രീപ്രിയ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. രാജാജി റോഡിൽ ആരംഭിച്ച രുചിപ്പുര എന്ന ഭക്ഷണശാലയുടെ വൻ വിജയത്തെ തുടർന്നാണ് രണ്ടാമത്തെ രുചിപ്പുര ആരംഭിക്കാൻ CDSന് പ്രേരണയായത്. 20,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് ഇവിടെ കച്ചവടം നടക്കുന്നത്. കുടുംബശ്രീ പ്രവർത്തകരായ 8 വനിതകളാണ് ഇവിടെ രുചിപ്പുര നടത്തുന്നത്. ഭക്ഷണം പാകം ചെയ്യുന്നതും വിളമ്പുന്നതും ഹോട്ടൽ നടത്തിപ്പുമെല്ലാം ഇവർ തന്നെ. ഹോട്ടലിന്റെ പേര് അന്വർത്ഥമാക്കുമാർ തന്നെ രുചികരമാണ് ഇവിടുത്തെ ഭക്ഷണവും. കൂടാതെ മറ്റ് ഹോട്ടലുകളെ അപേക്ഷിച്ച് മിതമായ വിലയുമാണ് ഇവിടെ ഈടാക്കുന്നത്. മുതലക്കുളം വളപ്പിൽ ആരംഭിച്ച രുചിപ്പുര കുടുംബശ്രീ പ്രവർത്തകരായ 3 വനിതകളുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ 16ാം വാർഷികത്തിന്റെ ഭാഗമായാണ് കുടുംബശ്രീ രണ്ടാമത്തെ രുചിപ്പുരയും ആരംഭിച്ചിരിക്കുന്നത്. ഖത്തർ KMCC പയ്യോളി പെരുമ ഓഡിറ്റോറിയത്തിൽ സ്നേഹ സൗഹൃദ കാരുണ്യ സംഗമം സംഘടിപ്പിക്കുന്നു. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സ്മാരക കാരുണ്യ ഭവനങ്ങളുടെ പ്രഖ്യാപനവും ഭവന നിർമ്മാണ പദ്ധതി ധനസഹായ വിതരണവും സംഗമത്തിൽ നടക്കും. 4 ഭവനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിക്കുക. പ്രമുഖ നേതാക്കൾ സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഖത്തർ KMCC പയ്യോളി പഞ്ചായത്ത് കമ്മിറ്റി, പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സ്നേഹ സൗഹൃദ കാരുണ്യ സംഗമം ഓഗസ്റ്റ് 10 ഞായറാഴ്ച പയ്യോളി പെരുമ ഓഡിറ്റോറിയത്തിൽ നടക്കും. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലുള്ള 4 കാരുണ്യ ഭവനങ്ങളുടെ പദ്ധതി പ്രഖ്യാപനവും ഭവന നിർമ്മാണത്തിനുള്ള ധനസഹായ വിതരണവും പ്രവാസി കുടുംബ സംഗമവും പൊതുസമ്മേളനവും നടക്കും. ഇരിങ്ങലിലെ നിർധനനായ പറമ്പത്ത് പറമ്പിൽ അശോകനാണ് വീടിന് വേണ്ടിയുള്ള ധനസഹായം നൽകുന്നത്. ജാതി മതങ്ങൾക്ക് അതീതമായാണ് KMCC ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പയ്യോളിയുടെ കായിക പ്രതിഭ ഷർബാന സിദ്ദിഖിനെയും പഴയകാല നേതാക്കളെയും ചടങ്ങിൽ ആദരിക്കും. പരിപാടിയിൽ സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ MP, KPA മജീദ്, ഉമ്മർ പണ്ടികശാല തുടങ്ങിയവരും മറ്റ് പ്രമുഖ നേതാക്കളും സംബന്ധിക്കും. 14ാം രാവ് ഫെയിം ബാദുഷ നയിക്കുന്ന ഗാനമേളയും പരിപാടികൾക്ക് മാറ്റുകൂട്ടും. പാടം നികത്തിയ പരപ്പനങ്ങാടി കോണിപ്പാടത്ത് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ പ്രതീകാത്മക ജലയാത്ര. അനധികൃതമായി പാടം നികത്തിയതിനെ തുടർന്നാണ് വെള്ളം ഒഴിഞ്ഞു പോകാതെ ജലാശയം രൂപപ്പെട്ടത്. നിഖിൽ ഈശ്വറിന്റെ റിപ്പോർട്ടിലേക്ക്. മലപ്പുറം പരപ്പനങ്ങാടിയിലാണ് അധികൃതരുടെ കണ്ണു തുറപ്പിക്കാനായി ഈ വ്യത്യസ്ത സമരം നടന്നത്. സ്വതവേ താഴ്ന്ന പ്രദേശമായ ഇവിടെ മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്നത് പതിവ് കാഴ്ചയാണ്. പാടം നികത്തിയതോടെ ശക്തമായ മഴയിൽ വെള്ളം പാടത്തേക്കിറങ്ങി കോണിപ്പാടം പുഴയായി മാറുകയായിരുന്നു. ഇതോടെ സമീപവാസികൾ ദുരിതത്തിലായിരിക്കുകയാണ്. വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലമുള്ള അസ്വസ്ഥതകൾ വേറെയും ഇവർ അനുഭവിക്കുന്നുണ്ട്. ഇതിൽ പ്രതിഷേധിച്ചാണ് സ്ഥലത്തെ ഡിവൈഎഫ്ഐ അംഗങ്ങളായ യുവാക്കളുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക ജലയാത്ര നടത്തിയത്. ജലയാത്രയ്ക്ക് ഡിവൈഎഫ്ഐ നേതാക്കളായ AP മുജീബ, AM സമദ്, സിജു എന്നിവർ നേതൃത്വം നൽകി. വാർത്തകളിൽ ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ.
ആഹ്ലാദം മുണ്ടുകൾ ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം SG ഇലക്ട്രോണിക്ക. 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ ഒരു കുടക്കീഴിൽ. SG ഇലക്ട്രോണിക്ക. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം. SG ഇലക്ട്രോണിക്ക. LG, സോണി, പാനസോണിക്, വോൾട്ടാസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495406201. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം. നമുക്കേകും സന്തോഷം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. 1,22,00,000 രൂപയുടെ കുഴൽപ്പണവുമായി 4 മഹാരാഷ്ട്ര സ്വദേശികളെ പോലീസ് പിടികൂടി. കൊടുവള്ളി വാരിക്കുഴിത്താഴം ധർമ്മരാജന്റെ വസതിയിൽ നിന്നാണ് ഷാഡോ പോലീസും കൊടുവള്ളി പോലീസും ചേർന്ന് ഇവരെ പിടികൂടിയത്. താമരശ്ശേരി ഡിവൈഎസ്പി ജെയ്സൺ കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പിടിയിലായവരെ എൻഫോഴ്സ്മെന്റിന് കൈമാറി. 1.25 കോടിയുടെ രേഖകളില്ലാത്ത പണവുമായി 4 മഹാരാഷ്ട്ര സ്വദേശികൾ കഴിഞ്ഞ ദിവസം പോലീസ് പിടിയിലായി. ഒരു ഇന്നോവയടക്കം 2 കാറുകളും പിടിച്ചെടുത്തു. 7 കിലോഗ്രാം വെള്ളിയും പിടികൂടിയിട്ടുണ്ട്. കൊടുവള്ളി വാരിക്കുഴിത്താഴം വായനശാലയ്ക്ക് പിറകോശം താമസിക്കുന്ന മഹാരാഷ്ട്ര സ്വദേശി ധർമ്മരാജിന്റെ വീട്ടിൽ വ്യാഴാഴ്ച രാവിലെ 8 നടത്തിയ പരിശോധനയിലാണ് പണം കണ്ടെടുത്തത്. ധർമ്മരാജിന്റെ സഹായികളായ ദീപക്, ലാവിഷ്, വിജയ്, ദത്ത എന്നിവരാണ് പിടിയിലായത്. വീട്ടുടമയായ ധർമ്മരാജ് സ്ഥലത്തില്ലെന്നാണ് വിവരം. രഹസ്യ വിവരത്തെ തുടർന്ന് റൂറൽ SP PH അഷ്റഫിന്റെ നിർദ്ദേശാനുസരണം ജില്ലാ ക്രൈംബ്രാഞ്ചിലെ 5 ഷാഡോ പോലീസ് സംഘം വീട്ടിലെത്തി കൊടുവള്ളി പോലീസിന്റെ സഹായത്തോടെ പരിശോധന നടത്തുകയായിരുന്നു. വ്യാഴാഴ്ച രാത്രിയോടെ താമരശ്ശേരി ഡിവൈഎസ്പി ജെയ്സൺ കെ എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടിയിലായവരെയും പണവും എൻഫോഴ്സ്മെന്റിന് കൈമാറി. 1,22,22,200 രൂപയാണ് പിടിച്ചെടുത്തത്. 30 ലക്ഷം രൂപ വീതമാക്കി ബാഗുകളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു പണം. 500, 1000 നോട്ടുകളാണ് പിടിച്ചെടുത്തത്. ബംഗളൂരിൽ നിന്നെത്തിച്ച പണം ജില്ലയിലും അയൽ ജില്ലകളിലുമായി വിതരണം ചെയ്യാനുള്ളതെന്നാണ് കരുതുന്നത്. കൊടുവള്ളി കേന്ദ്രീകരിച്ച് സ്വർണ്ണ സംബന്ധമായ കച്ചവടം നടത്തുന്നയാളാണ് ധർമ്മരാജ്. കൊടുവള്ളി CI A പ്രേംജിത്ത്, SIമാരായ OJ ജോസഫ്, ഷാഡോ പോലീസുകാരായ ഗിരീഷ്, വിജീഷ്, സുദേശ് ജിത്ത്, ഗോകുൽ രാജ്, ഷംസു എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. സംസ്ഥാനത്ത് +2 അനുവദിച്ചതിൽ വൻ ക്രമക്കേട് ആരോപിച്ച് MES ഹൈക്കോടതിയിൽ കേസ് നൽകിയതായി സംസ്ഥാന പ്രസിഡന്റ് PA ഫസൽ ഗഫൂർ. അനുവദിച്ച 700 ബാച്ചുകളിൽ 104 എണ്ണവും ക്രമവിരുദ്ധമായി തിരുകി കയറ്റിയതാണെന്നും മാനദണ്ഡങ്ങൾ പാലിക്കാതെ നടന്ന +2 ഇടപാട് അന്വേഷിക്കണമെന്നുമാണ് MESന്റെ ആവശ്യം. ഒരു മാനദണ്ഡവും ഇല്ല എന്നുള്ളതിന് തെളിവാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ റൈറ്റ് ടു ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് MES സംസ്ഥാന വൈസ് പ്രസിഡന്റ് A മുഹമ്മദ് സാഹിബ് എടുത്തിട്ടുള്ള ഈ രേഖ. ഈ രേഖയിൽ ഒരു റെക്കമെൻഡേഷനും ഇല്ലാതെ ക്യാബിനറ്റ് സബ് കമ്മിറ്റി 100-ൽ പരം സ്കൂളുകൾ തിരികെ കയറ്റിയിട്ടുണ്ട്. അതിന്റെ രേഖ ഞങ്ങൾ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലെ സ്വർണ്ണ മെഡൽ ജേതാക്കളെയും ദേശീയ താരങ്ങളെയും ഉൾപ്പെടുത്തി സ്നൂക്കർ ടൂർണമെന്റ് കോഴിക്കോട് കോസ്മോപൊളിറ്റൻ ക്ലബ്ബിൽ തുടരുന്നു. ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് ജോസഫ് ഉദ്ഘാടനം ചെയ്ത ടൂർണമെന്റിൽ 64 കളിക്കാർ മത്സരിക്കുന്നു. KV കോയസൻ കോയ മെമ്മോറിയൽ ഓപ്പൺ ഇൻവിറ്റേഷൻ സ്നൂക്കർ ടൂർണമെന്റ് 3 വർഷത്തിന് ശേഷമാണ് കോഴിക്കോട്ട് നടക്കുന്നത്. KV കോയസൻ കോയ ബിച്ചു സ്മാരക ഓപ്പൺ ഇൻവിറ്റേഷൻ സ്നൂക്കർ ടൂർണമെന്റ് ഓഗസ്റ്റ് 7 മുതൽ 10 വരെ കാലിക്കറ്റ് കോസ്മോപൊളിറ്റൻ ക്ലബ്ബിലാണ് നടക്കുന്നത്. മൈക്കൽ ഫെരേര, ഗീത് സേത്തി തുടങ്ങി ലോകതാരങ്ങളുമായി 1985, 86 കാലഘട്ടങ്ങളിൽ കോസ്മോ ക്ലബ്ബിൽ സ്നൂക്കർ, ബില്യാർഡ്സ്, കോഴിക്കോട് മത്സരങ്ങൾ നടത്തിയിരുന്നു. 2009, 2010, 2011 കാലഘട്ടത്തിൽ കോയസൻ കോയ സ്നൂക്കർ ടൂർണമെന്റും കോഴിക്കോട് നടന്നു. 3 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. കേരളത്തിന് പുറമെ തമിഴ്നാട്, ആന്ധ്ര, റെയിൽവേ എന്നിവിടേതടക്കം 64 കളിക്കാർ 4 ദിവസം നീളുന്ന ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യ 2 ദിവസം പ്രാഥമിക മത്സരങ്ങളാണ് നടക്കുന്നത്. ടൂർണമെന്റ് കോസ്മോപൊളിറ്റൻ ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൺവീനർ നയൻജെ ഷാ, വിറ്റൽ ദാസ്, M പരേഖ് എന്നിവരാണ് നേതൃത്വം നൽകുന്നത്.
ദേശീയ താരങ്ങളായ വരുൺകുമാർ, അശുതോഷ് എന്നിവരും ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. ഒന്നാം സ്ഥാനം നേടുന്ന താരത്തിന് 25,000 രൂപയും രണ്ടാം സ്ഥാനത്തിന് 15,000 രൂപയും മൂന്നാം സ്ഥാനത്തിന് 5,000 രൂപയും ക്യാഷ് അവാർഡ് നൽകുമെന്നും സംഘടക സമിതി അറിയിച്ചു. കുന്നമംഗലം സ്പോർട്സ് അക്കാദമിയും ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഗോൾഡൻ ബഡ്സ് അത്ലറ്റിക്സ് കോച്ചിംഗ് സെന്റർ ഒളിമ്പ്യൻ PT ഉഷ ഉദ്ഘാടനം ചെയ്തു. കുന്നമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ KP വസന്തരാജൻ അധ്യക്ഷനായിരുന്നു. കുന്നമംഗലം സ്പോർട്സ് അക്കാദമിയും ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഗോൾഡൻ ബഡ്സ് അത്ലറ്റിക് കോച്ചിംഗ് സെന്റർ ഒളിമ്പ്യൻ PT ഉഷ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഇതുപോലെ തന്നെ ഈ കുന്നമംഗലത്ത് തുടങ്ങിയ പോലെ തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ഇതുപോലത്തെ ക്ലബ്ബുകൾ തുടങ്ങുകയും ഈ ക്ലബ്ബുകൾ തമ്മിൽ തന്നെ മത്സരിച്ച് നല്ലൊരു കോമ്പറ്റീഷൻ നല്ല നിലയിലേക്ക് നമുക്ക് ടാലന്റ് സ്കൗട്ട് ചെയ്ത് നല്ല താരങ്ങളെ വളർത്തി വലുതാക്കാനായിട്ട് നമ്മുടെ രാജ്യത്തിന് അഭിമാന മുഹൂർത്തങ്ങൾ ഒരുക്കുന്ന നല്ല താരങ്ങൾ വളർന്നു വരാൻ ഇത് സഹായകരമാവുമെന്നതിൽ സംശയമില്ല. കുന്നമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ KP വസന്തരാജൻ അധ്യക്ഷനായിരുന്നു. കുന്നമംഗലം ഉപജില്ലയിലെ കായിക താരങ്ങളെ സംസ്ഥാന, ദേശീയ, അന്തർദേശീയ കായിക മത്സരങ്ങളിലേക്ക് ഉയർത്തുക എന്നതാണ് സെന്ററിന്റെ ലക്ഷ്യം. 25 ആൺകുട്ടികൾക്കും 25 പെൺകുട്ടികൾക്കും ആഴ്ചയിൽ 6 ദിവസം പരിശീലനം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ PA ഹംസ മുഖ്യാതിഥിയായി പങ്കെടുത്തു. PA അജയനചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PT ഉഷയെ PT റഹീം MLA ആദരിച്ചു. കുന്നമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് P ബാലകൃഷ്ണൻ നായർ ഉഷയെ പൊന്നാടി അണിയിച്ചു. PA ഹംസയെ കുന്നമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് MP അശോകൻ ആദരിച്ചു. KP കോയ, TK സീനത്ത്, വിനോദ് പടനിലം, AEO VP മിനി, O കല, K ശ്രീലത, N പ്രേമരാജൻ, MK മോഹൻദാസ്, AK മുഹമ്മദ് അഷ്റഫ്, US രതീഷ് എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. SG ഇലക്ട്രോണിക്ക, കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം. 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ ഒരു കുടക്കീഴിൽ. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം. LG, സോണി, പാനസോണിക്, വോൾട്ടാസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495406201. റംസാൻ ഓണം ഖാദി മേള, മിഠായി തെരുവ്, ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. കോട്ടൺ ഖാദി, മസ്ലിൻ ഖാദി, വൂളൻ, സിൽക്ക്, സ്പൺ സിൽക്ക്, ഖാദി പോളി വസ്ത്രം, പരവതാനികൾ, ഖാദി റെഡിമെയ്ഡ്, ചെടിച്ചട്ടികൾ, കരകൗശല വസ്തുക്കൾ, തേൻ, സോപ്പ്, എള്ളെണ്ണ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ജൂട്ട് ലെതർ ഉൽപ്പന്നങ്ങൾ, കോലാപ്പുരി ചെരുപ്പുകൾ, ആയുർവേദ സോപ്പുകൾ, മരം, ചൂരൽ, സ്റ്റീൽ ഫർണിച്ചറുകൾ, വീട്ടാവശ്യത്തിനുള്ള മറ്റു ഉപകരണങ്ങൾ. 30% ഗവൺമെന്റ് റിബേറ്റ്. റംസാൻ ഓണം ഖാദി മേള, മിഠായി തെരുവ്, ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. വാർത്തകൾ തുടരുന്നു. ഹിന്ദുസ്ഥാനി സംഗീതം പെയ്തിറങ്ങിയ സന്ധ്യയിൽ നഗരം പ്രശസ്ത സംഗീതജ്ഞൻ ശരത് ചന്ദ്ര മറാഠയ്ക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു. ഹിന്ദുസ്ഥാനി ഗായകൻ ജോയേഷ് ചക്രവർത്തി അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. MLA പ്രദീപ് കുമാർ മറാഠയുടെ പത്നി മനീഷ മറാഠയെ പൊന്നാടയണിച്ച് ആദരിച്ചു. മലയാള മണ്ണിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ വിത്തുപാകിയ ശരത്ചന്ദ്ര മറാഠയ്ക്ക് ആസ്വാദക ലോകത്തിന്റെ ആദരം. പ്രവാസിയായി വന്ന് മലയാളിയുടെ പ്രിയ ഗായകനായി മാറിയ മറാഠയെ സ്മരിച്ച് പശ്ചിമബംഗാളിൽ നിന്നെത്തിയ സംഗീതജ്ഞൻ ജോയേഷ് ചക്രവർത്തി അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി ശ്രോതാക്കളുടെ കാതിൽ തേന്മഴ പകർന്നു. മറാഠയുടെ 1ാം ചരമവാർഷിക ദിനത്തിൽ സ്പോർട്സ് കൌൺസിൽ ഹാളിലായിരുന്നു അനുസ്മരണം. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ജോയേഷ് ചക്രവർത്തി ഉദ്ഘാടനം ചെയ്തു. മറാഠയുടെ ഭാര്യ മനീഷ മറാഠയെ പ്രദീപ് കുമാർ MLA ആദരിച്ചു. ഡോക്ടർ മേറോഫ് രാജ് അനുസ്മരണ പ്രഭാഷണം നടത്തി. PRD ഉത്തരമേഖലാ ഡയറക്ടർ T വേലായുധൻ, അനിൽദാസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മറാഠയുടെ ജീവിതം നിറഞ്ഞ നഷ്ടസ്മൃതിയിൽ എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടന്നു.
തുടർന്ന് ജോയസ് ചക്രവർത്തിയുടെ ഹിന്ദുസ്ഥാനി കച്ചേരിയും മറാഠിയുടെ പ്രഥമ ശിഷ്യന്മാരിലൊരാളായ അനിൽദാസിന്റെയും ശിഷ്യരുടെയും സംഗീത കച്ചേരിയും അരങ്ങേറി. സംഗീത വിദ്യാർത്ഥികളുടെ സംഗീതാർച്ചനയും നടന്നു. കശ്യപാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ ചരിത്ര സെമിനാർ സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ മാടമ്പ് കുഞ്ഞുകുട്ടൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സിനിമാ സംവിധായകൻ സേതു ഇയാൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കശ്യപവേദ റിസർച്ച് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് കശ്യപാശ്രമത്തിൽ വെച്ചാണ് ചരിത്ര സെമിനാർ സംഘടിപ്പിച്ചത്. കോഴിക്കോട് റിട്ടയർഡ് AEO P ബാലകൃഷ്ണൻ അധ്യക്ഷനായ പരിപാടി പ്രശസ്ത സാഹിത്യകാരൻ മാടമ്പ് കുഞ്ഞുകുട്ടൻ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുൻ റീജിയണൽ ഡയറക്ടർ KK മുഹമ്മദിന് ചടങ്ങിൽ സ്വീകരണം നൽകി. ബ്രഹ്മസമഠം മുൻ പ്രസിഡന്റ് വടക്കുംപാട്ട് നാരായണൻ KK മുഹമ്മദിന് ഉപഹാരം സമർപ്പിച്ചു. പുരാവസ്തു വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ കല്ലും മരവും മണ്ണുമായി സംസാരിക്കുന്നവനും സംവാദം ചെയ്യുന്നവനും. അതുകൊണ്ട് തന്നെ നാട്ടുകാരും ഇഷ്ടപ്പെടുകയില്ല, വീട്ടുകാർ തീരെയും ഇഷ്ടപ്പെടുകയില്ല. പലതിന്റെയും അർത്ഥവും ആഴവും അന്വേഷിച്ച് ഭാരതത്തിൽ പലയിടത്തും ചുറ്റിക്കറങ്ങാൻ ഒരവസരം ലഭിച്ചു. കശ്യപാശ്രമം കുലപതി ആചാര്യ MR രാജേഷ്, സിനിമാ സംവിധായകൻ സേതു ഇയാൽ, അജിത് ആര്യ, ഹിരണ്യ മാസിക അസോസിയേറ്റ് എഡിറ്റർ അരുൺ പ്രഭാകർ, KK മുഹമ്മദ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കേരള സർവകലാശാലയുടെ ചരിത്ര വിഭാഗവും അയ്യങ്കാളി ചെയറും സംയുക്തമായി സംഘടിപ്പിച്ച രാജ്യാന്തര സെമിനാറിൽ അരുന്ധതി റോയ് നടത്തിയ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ചർച്ചകളും സംവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംവാദത്തിൽ ഇടപെട്ടുകൊണ്ട് ചരിത്ര വസ്തുതകൾ പുറത്തു കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെ ബഹുജൻ സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 20 കോഴിക്കോട് ടൗൺ ഹാളിൽ സെമിനാർ സംഘടിപ്പിക്കും. സെമിനാറിൽ ലാഹ ഗോപാലൻ, പ്രൊഫസർ TB വിജയകുമാർ, V പ്രഭാകരൻ, സണ്ണി M കവിക്കാട്, C ദാവു തുടങ്ങിയവർ പങ്കെടുക്കും. വെള്ളിപ്പറമ്പ് 62 SNDP ശാഖയുടെയും ശ്രീനാരായണ കുടുംബ സമിതിയുടെയും നേതൃത്വത്തിൽ ഗുരുദേവ പ്രതിഷ്ഠാ വാർഷികവും ഗുരുമന്ദിര ബിൽഡിംഗ് ഉദ്ഘാടനവും ഓഗസ്റ്റ് 10, 11 തീയതികളിൽ നടക്കും. ഭദ്രദീപം തെളിയിക്കലും ബിൽഡിംഗ് ഉദ്ഘാടനവും റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് നിർവഹിക്കും. ലൈബ്രറി ഉദ്ഘാടനം MP MK രാഘവൻ നിർവഹിക്കും. ഗുരുമന്ദിരത്തോട് ചേർന്ന 6 മുറികളും ഒരു ഓഡിറ്റോറിയവും അടങ്ങുന്ന ലൈബ്രറി കെട്ടിടം നാദ് കൺസ്ട്രക്ഷനാണ് നിർമ്മിച്ചു നൽകിയത്. വിവിധ ആർമി ടീമുകളിൽ നിന്നും വിരമിച്ച കളിക്കാരുടെ സൌഹൃദ കൂട്ടായ്മയായ എക്സ് ആർമി ഫുട്ബോളേഴ്സ് അസോസിയേഷന്റെ ഈ വർഷത്തെ ജനറൽ ബോഡി ഓഗസ്റ്റ് 9 കാലത്ത് 11 മണിക്ക് ഹോട്ടൽ മലബാർ പാലസിൽ വെച്ച് നടത്തും. മുതിർന്ന പ്രഗത്ഭരായ കളിക്കാർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഈ വർഷം എയർഫോഴ്സ്, നേവി എന്നിവയിലുള്ള കളിക്കാരെയും ഉൾപ്പെടുത്തി എക്സ് സർവീസ് ഫുട്ബോളേഴ്സ് അസോസിയേഷൻ കേരള എന്ന പേരിൽ ഈ സംഘടന വിപുലീകരിക്കാൻ തീരുമാനിച്ചതായും വൈസ് പ്രസിഡന്റ് PJ ആൻഡ്രൂസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുന്നി വെൽഫെയർ അസോസിയേഷൻ ചാലിയൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ഹജ്ജ് പഠന ക്യാമ്പ് AP ബാവഹാജി നഗറിൽ നടക്കും. ഓഗസ്റ്റ് 9, 10 തീയതികളിൽ ചാലിയം ക്രസന്റ് പബ്ലിക് സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് സയ്യിദ് ഇബ്രാഹിമിൽ ഖലീൽ ബുഖാരി തങ്ങളുടെ പ്രാർത്ഥനയോടെ ക്യാമ്പ് ആരംഭിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും സംഘടകർ ഫറൂഖ് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓരോരുത്തരും അവരവരുടെ ജീവിതം ഉൾക്കണ്ണുകൊണ്ട് കാണാൻ ശ്രമിക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തക ദയാബായി. സ്ത്രീകളോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാട് തിരുത്തണമെന്നും ദയാബായി. അംഗപരിമിതർക്ക് സർക്കാരിന്റെ കൈത്താങ് പദ്ധതിയുടെ ധനസഹായം മന്ത്രി MK മുനീർ വിതരണം ചെയ്തു. വീട്ടുഭക്ഷണത്തിന്റെ രുചിക്കൂട്ടുകളുമായി മുതലക്കുളത്ത് കുടുംബശ്രീയുടെ രുചിപ്പുര. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.